Hello guys, I'm back with another video. Hardcore Minecraft episode 2. രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിന്നൊരു ബേസ് സെറ്റ് ചെയ്യണം, ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം, അതിൻ്റെ കുറച്ച് പരിപാടികൾക്കാണ്. നമ്മൾ ഇന്നലെ ഈ താഴെ കാണുന്ന കണ്ട ഒരു നെതർ പോർട്ടൽ കണ്ടുപിടിച്ചായിരുന്നു പഴയത്. അതിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ കിട്ടി. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുവാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഈ നെതർ പോർട്ടിൽ നമ്മൾ ഇന്നലെ കണ്ടു. അവിടെ 2 ഗോൾഡ് ബ്ലോക്ക് ഇരിപ്പുണ്ട്. അത് അവിടെ വെച്ചേക്കാം, പിന്നെ എടുക്കാം. ഇവിടെ നമ്മുടെ ബെഡുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ഇവിടെ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്തത്, അറിയാലോ. പിന്നെ നമുക്ക് പ്രസ്സിലോട്ട് പോകണം, അങ്ങോട്ട് കയറി നോക്കണം. എൻ്റെ കയ്യിലൊരു ഹെൽമെറ്റ് ഫയർ പ്രൊട്ടക്ഷൻ്റെ ഉണ്ട്, പിന്നെ ഒരു ഹോയുണ്ട്, അതിൽ ഫോർച്യൂൺ 2 ഉണ്ട്, പിന്നെ ഗോൾഡ് ആയതുകൊണ്ട് പിന്നെ വലിയ ഉപകാരമൊന്നുമില്ല. ഇപ്പം മേളിലോട്ടൊന്ന് കയറി നോക്കണം. ഒന്ന് ഉറങ്ങിയിട്ട് കയറി നോക്കാം. പിന്നെ അങ്ങോട്ട് പോയി നോക്കാം. വുഡ് നല്ലപോലെ ആവശ്യം വരും. ഇവിടെ കുറച്ച് മെലൻ നിൽപ്പുണ്ട്. അത് നമുക്ക് ഇപ്പം എന്തായാലും ഉപകാരപ്പെടും. സോംബിയോട് കളിക്കാൻ ഞാനില്ല. അയ്യോ ഒറാ, താഴെ സോംബി. ഇപ്പം അറിഞ്ഞേൻ. ഇവിടെ കുറച്ച് ഡേർട്ട് വെച്ച് അടച്ച് വെച്ചേക്കാം. മരിപ്പം ഒന്ന് അറിയും. തത്തയല്ലേ സീഡുണ്ട്. സോംബി ഇവിടെ ചാടിയോ? അവനെ കൊന്നു. ഞാൻ തന്നെ പ്രോ പ്ലെയർ. ഒന്ന് ഉറങ്ങി എണ്ണിക്കുമായിരുന്നെങ്കിൽ നൈറ്റ് സ്കിപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ നൈറ്റ് ആയാൽ മതിയായിരുന്നു. അതേടുത്തും കയറി വരുന്നു. പടം ഇങ്ങോട്ട് ധൈര്യം ഉണ്ടാവും. അവനെയും കൊന്നു. ഞാൻ തന്നെ പ്രോ പ്ലെയർ. നൈറ്റായ സ്കിപ്പ് ചെയ്യായിരുന്നു. നൈറ്റ് നൈറ്റ് സ്കിപ്പായി. നമുക്ക് മേളോട്ടൊന്ന് കയറി നോക്കാം. ഡേമേ സോംബി ഒന്നും വന്ന് അറിയല്ലേ. ക്രീപ്പർ പൊട്ടറ. അത്രേ ഉള്ളൂ. ഇത് കറക്റ്റ് സമയത്ത് ക്രീപ്പർ വന്ന് പൊട്ടുകയും ചെയ്തു. മെലണ് കുറച്ചുണ്ട്, അതും കേൾക്കാം. സോംബിയാണോ അത്? ചെറുതാണ്. അല്ല ഈ ചെറുതാണ്. ഞാൻ ഇപ്പം മൊഞ്ചിന് ഇവിടെ വാടാ. ചക അത്രേ ഉള്ളൂ. കിടക്ക. കുറച്ച് മെലൻ കിട്ടിയിട്ടുണ്ട്. ബാമ്പു ഇല്ല, അത് ഇതുപോലെ എടുത്തേക്കാം. കുറച്ച് ബ്ലോക്ക് ഉണ്ടാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. ഇല്ലെങ്കിൽ നട്ടു വെക്കാം. എന്തായാലും ബാമ്പുവിൻ്റെ ആവശ്യം വരും. അത് താഴെ ഒരു കുഴി, അതൊരു അങ്ങോട്ട് പോകണം, കറങ്ങിപ്പോണം. വുഡ് നമുക്കിപ്പോൾ എടുക്കണം. അടുത്തേക്കാം. എന്തായാലും ഇന്ന് ശരി, നമുക്ക് ബേസ് ഉണ്ടാക്കണം. ഞാൻ മറന്നുപോയി. ഇവിടെ എൻ്റെ വുഡ് അല്ല എൻ്റെത്. എനിക്കൊരു അയണിൻ്റെ ആക്സോർ ഉണ്ടാക്കണം. അതിനാവശ്യമുള്ള അയൺ ഇപ്പം എൻ്റെ കയ്യിലില്ല. അങ്ങോട്ട് കുറച്ചുകൂടി പോയി നോക്കാം. കേവ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നോക്കാം. കുറേ കൊക്കോപ്പീഡുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. എടുത്തേക്കാം. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, പിന്നെ ചുമ്മാ എടുത്തേക്കാം. കയ്യിലേട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്കൊന്ന് കുറേ വുഡ് വേണം, കുറച്ച് അയൺ വേണം, കുറച്ച് സ്റ്റോൺ വേണം. എന്താ സംഭവം? കുറച്ച് കോളുണ്ട് അവിടെ. അയണൊന്നും ഇല്ലേ? കോപ്പർ ഇത് വെച്ചൊക്കെ എന്തൊരു ചെയ്യാൻ? കോപ്പർ ഗോളം വരുന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കണ്ടുപോലില്ല. തഴപ്പമില്ല. ഇവിടെ വല്ലതും ഒരാണെങ്കിൽ എന്താണ്? പിന്നെ മൈനസ് സെക്ഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് ഡയമണ്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് ആ പോർട്ടലിൻ്റെ അവിടെ ഇരിക്കുന്ന അതെല്ലാം ഒബ്സിഡിയൻ അല്ല വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ ഒബ്സിഡിയൻ ഉണ്ടാക്കാം. ഞാൻ എൻ്റെ താഴെ ഇറങ്ങണം. ബാങ്ക് വേണേ താഴോട്ട് പോകണം. വെള്ളം ഫുള്ള് അകത്തോട്ടുണ്ടോ? ഇല്ല. ചെറിയ നാൾ എന്നാൽ വുഡ് കുറച്ചിങ്ങനെ സെറ്റ് ചെയ്യാമായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം.
ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കട്ടെ. ഞാൻ കോളം എടുത്തേക്കാം. നമുക്ക് എന്തായാലും കോൾ ആവശ്യം വരും. നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ കുറേ കോൾ വേണം. തിരിച്ചു കയറാം. ഇവിടെ ഓർമ്മയിരിക്കുന്നു, എടുത്തേക്കാം. എവിടെ ഇത്ര ഒരാൻ പോലും ഇല്ലല്ലോ. എൻ്റെ ഫുഡും തീരാറായി, 4 ഉള്ളു. അപ്പോൾ കുറച്ച് ഫുഡ് കൂടെ സെറ്റ് ചെയ്യണം. നമുക്കെന്നാൽ വുഡ് അങ്ങ് എടുത്തേക്കാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് വുഡ് അങ്ങ് വാങ്ങിച്ചിട്ടെ. എവിടെ എൻ്റെ എല്ലാം എൻ്റെ എളുപ്പം. തത്ത ഗൈസ്, തത്ത എവിടെ? ഇവിടെ വാ. എൻ്റെ ഈ സീഡുണ്ട് ഗൈസ്. 2 അവൻ പോയി, മറ്റോ പോയി. ടേമാക് അവിടെ എൻ്റെ 6 തോന്നുന്നു കള്ളൻ. അപ്പോൾ അന്നത്താത്ത ഞാൻ ടൈം ചെയ്യോടാ. ഇവിടെ എൻ്റെ സീഡ് തായോ. അയ്യോ സീഡ് എന്താ സീഡൊന്നും ഇല്ലേ? കിട്ടി. എൻ്റെ തത്തേൻ്റെ പോയി. അയ്യോ തത്ത പോയി ഗൈസ്. എൻ്റെ തത്ത പുറത്ത് പോയി ഗൈസ്. ഇനിയിപ്പം കുഴപ്പമില്ല. കുറച്ച് ദിവസം പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത് സ്പോണായിരിക്കും. എന്നാൽ പിന്നെ വുഡ് അങ്ങ് എടുത്തേക്കാം നമുക്ക്. ഞാൻ ആവശ്യമുള്ള വുഡ് അങ്ങ് വാങ്ങിച്ചിട്ട് ഗൈസ്. നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഗൈസ് ഞാൻ വന്നു. ഞാൻ 1 സ്റ്റാക്ക് വുഡ് 1.5 സ്റ്റാക്ക് വുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. ശരിക്കൂ 2000 years later. അപ്പോൾ ഗൈസ് കുറേ സമയം ഓടി നടന്നു. ഞാൻ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് ഞാൻ വന്നു ഗൈസ്. എൻ്റെ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് അയം കിട്ടി, അതങ്ങ് മെൽറ്റ് ചെയ്യണം. സെറ്റ്. ഇത്രയും വുഡ് കിട്ടി. അതെല്ലാം കുറച്ച് പ്ലാങ്ക് ആക്കാം. ഒരു ആക്സ് ഉണ്ടാക്കാം. ഇത് കുറച്ച് ഇത് പ്ലാങ്ക് ആക്കി. ഇത് കൈ ഇരിക്കട്ടെ. എനിക്ക് മനസ്സിൽ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. ബ്ലോക്ക് ഓഫ് ബാമ്പു. ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. വുഡ് വേണ്ട, നമുക്ക് പ്ലാങ്ക് വെച്ചില്ല സെറ്റ് ചെയ്യാം. ഇരിക്കട്ടെ. ഇതെല്ലാം പൊട്ടിച്ചോണ്ട് പൊട്ടി ആക്സിഡൻറ്റ് സീഡ് ബ്ലോക്ക് സീഡിൻ്റെ അവിടെ എല്ലാം പൊട്ടിച്ചോണ്ട് പോവാം. ഇവിടെ വാ ഗൈസ്. 4 ഇങ്കറ്റായിരുന്നു. അത് കയറിയായിട്ട് ഗൈസ് നമുക്ക് ഫർണസും കൊണ്ടുപോകാം. ഗൈസ് ഒരു 2 ഫ്ലിൻ്റ് കൂടെ കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതൊന്ന് നോക്കാം, അത് പൊട്ടിച്ച് നോക്കാം. കിട്ടുവാണെങ്കിൽ കിട്ടിട്ട്. ഒന്നുമില്ലേ ഗൈസ്? ഫ്ലിൻ്റ് ഒന്നും കിട്ടിയില്ല. അപ്പം കുഴപ്പമില്ല, പിന്നെ സെറ്റ് ചെയ്യാം. ബേസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇനിയും വേണ്ടത്. അത് ഞാൻ പോയി സെറ്റ് ചെയ്തിട്ട് ഞാൻ അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ കുറേ സ്ഥലം നോക്കി, പിന്നെ അവിടെ നിന്ന് സെറ്റാണ് ഗൈസ്. പിന്നെ നമ്മൾ ഈ മറ്റേ നെതർ പോർട്ടിലിരിക്കുന്ന സൈഡിലോട്ട് പോകുന്ന ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പം തൽക്കാലം ഇവിടെ നമുക്ക് എല്ലാം പണി. ഇത് വലിയ ബേസൊന്നും ആയിരിക്കത്തില്ല, ചെറിയൊരു ബേസ് ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഇത്ര ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ ഇത്രയും ഡർട്ട് വെച്ച് നമുക്ക് ഫിൽ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും വീട് വരാൻ പോകുന്നത്. നമ്മുടെ ബേസ് ഫസ്റ്റ് എവർ ബേസ് വരാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. പോയി ഞാൻ ഇനി കുറേ പ്രോ ആകാനുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ആയിരിക്കും നമുക്ക് ഇനി ബേസസും, പിന്നെ ബാക്കി നമ്മുടെ എന്തെങ്കിലും ബിൽഡ് വരുവാണെങ്കിൽ ഇവിടെ താഴെയായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ കേവ് പോലെ ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് ഇന്ന് തന്നെ ഒരു മൈൻ സെക്ഷൻ ഉണ്ടാക്കണം. അവിടെ ഇവിടെ ഈ സൈഡിൽ ഏതെങ്കിലും ഉണ്ടാക്കണം. പിന്നെ ഗൈസ് കാണുന്നവരെല്ലാവരും സബ് ചെയ്യണം ഗൈസ്, അതിലൊക്കെ കാണുന്നുണ്ടായി ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പണിയൊന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഈ ഒരു ബേസ് ഞാൻ ഫുള്ള് വുഡും കോബിൾ സ്റ്റോണും വെച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ പണിയൊന്ന് തീർക്കട്ടെ. നിങ്ങൾ അതിൻ്റെ ടൈം ലാപ്സ് ഒന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ വരാം.
ഗൈസ് ഞാൻ വന്നു. ഈ വീടിപ്പോൾ കാണിച്ചു തരാം. ഫുള്ള് പണി തീർത്തിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് വുഡിൻ്റെ ആവശ്യം വന്നില്ല, അതിന് മുമ്പ് പണിയെല്ലാം തീർത്തിട്ടുണ്ട്. ഇതാണ് ഫുള്ള് വന്നത്. ഞാൻ ഇപ്പോൾ തൽക്കാലം നമുക്ക് നിൽക്കാൻ വേണ്ടി ഒരു വീട് ഇത് ഞാൻ മാറ്റി എന്തായാലും പണിയും. ഇവൻ്റെ സൈഡിലോട്ട് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യും. അകത്ത് എന്ത് നമ്മുടെ പരിപാടി ഇതെല്ലാം സ്റ്റെയർ വെച്ചേക്കുവാണ്. നമ്മുടെ ബെഡുണ്ട്, ഫർണസ് ഉണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിളുണ്ട്. ഇതിൻ്റെ അകത്ത് 3 ഇങ്കറ്റുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഒരു ആക്സ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ആക്സ് ഉണ്ടാക്കണം, സോഡ് ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കാം. ആക്സ് ഒരു ഹോ ഇത് ആക്സ് ഇപ്പം സെറ്റ്. ഇപ്പോഴാണ് എല്ലാം സെറ്റ് ആയത്. ഞാൻ ലാൻഡേണോട് ഉണ്ടാക്കിയേക്കാം. ലാൻഡേണോട് ഉണ്ടാക്കിയേക്കാം. കുറച്ച് വെട്ടമൊക്കെ ആകട്ട് തിളങ്ങി വയ്ക്കിട്ട് വീട്. കുറച്ച് പ്ലാങ്ക്, കുറച്ച് സ്റ്റിക്ക്, കുറച്ച് ടോർച്ച്, ഒരു ക്യാമ്പ് ഫയർ ഇരിക്കട്ടെ. ഫുഡ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ എന്തിനാ ഫ്രണ്ടൊക്കെ ഉണ്ടാക്കാൻ പോയി, കുഴപ്പമില്ല. ബാക്കിയെല്ലാം എടുത്ത് നമുക്ക് തിരിച്ച് ചെയ്യാം. മുട്ട എൻ്റെ കൈ ആവശ്യമുള്ള സാധനമെല്ലാം ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചേക്കാം. മുട്ടയും സാധനമെല്ലാം. ഇത് ഫുഡില്ലേ അതിരിക്കട്ടെ, നമുക്ക് കുക്ക് ചെയ്യാനിടാം. ഫർണസിനകത്തുണ്ട്. ബാക്കി ഇനി കോള് നമുക്ക് ആവശ്യം വരും, അത് ഞാൻ പോയി മൈൻഡ് ചെയ്യാം. എൻ്റെ ക്യാമ്പ് ഫയർ ഇത് അകത്ത് തന്നെ വെച്ചേക്കാം അല്ലേ. ഇപ്പോൾ തീർന്നേനെ എല്ലാം ഹാർഡ് കോർ. ക്യാമ്പ് ഫയർ വേണ്ട. താൻ്റെ അഹങ്കാരമല്ലായിരുന്നു എൻ്റെ ചാർക്കോള്. ഇപ്പം എല്ലാം കൂടെ കത്തി തീർന്നേനെ. എൻ്റെ പൊന്നോ, എനിക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു ഗൈസ്. ഹെൽത്ത് ഉണ്ട് കൂടുതൽ ഗൈസ്. അയ്യോ എൻ്റെ എല്ലാം തീർന്നു. എനിക്ക് എന്തിൻ്റെ അഹങ്കാരമല്ലായിരുന്നു എനിക്ക്. ഫുഡ് സെറ്റായിട്ടുണ്ട്. ആ 2 കൂടെ ആട്ടെ. ഇതിപ്പോൾ വീടിൻ്റെ പരിപാടിയെല്ലാം നമുക്ക് തീർന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത മൈൻ സെക്ഷൻ സെറ്റ് ചെയ്യണം. അതാണ് മെയിൻ. നമുക്ക് ഡയമണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കിടക്കണ്ടേ. നെതറിലോട്ടൊക്കെ പോകണം. ബ്ലേസ് റോഡ് എൻട്രൈ പിന്നെ അങ്ങ് അടിക്കുമല്ലോ നമ്മൾ ഡ്രാഗണെ. ഹാർഡ് കോറൊക്കെ പുല്ല് പോലെ തീർക്കത്തില്ലേ. അതിന് മുമ്പേ ചത്ത് കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയില്ല ഗൈസ്. സീരീസ് തീർന്നു. പുതിയ സീരീസ് ആയിട്ടപ്പോൾ വരുന്നതാണ്. ഈ ഹെൽത്ത് കുറച്ചുകൂടെ ഈ കാണും. ഇപ്പം നോക്കുക. അയ്യോ ആവോ ഹെൽത്ത് കൂടുതലായിട്ട് പോകും. വെറുതെ റിസ്ക് എടുക്കണ്ട. അയ്യോ എന്തൊരു പരിപാടി. എന്തിൻ്റെ ആവശ്യമായിരുന്നു എനിക്ക് ക്യാമ്പ് ഫയർ വെക്കണ്ടേ. ഇപ്പം തീർന്നേനെ ഹാർഡ് കോറൊക്കെ. നമുക്ക് മൈൻ സെക്ഷൻ കണ്ടുപിടിക്കണമല്ലോ. മൈനിങ് ഏരിയ കണ്ടുപിടിക്കണം. അയ്യോ ഇനി നമുക്ക് എവിടെ പണിയാം. ഇവിടെ ഒന്നും പറ്റില്ല. ഒരു കോളിരിക്കുന്നു. അയൺ വല്ലതും ഉണ്ടോ? അയണൊന്നുമില്ല. താഴോട്ട് കുറേ സ്ഥലമാണ്. ഇത് ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ താഴെ ഒരു കേവ് ഉണ്ട് കഴിച്ചു. ഇവിടെ നിന്ന് കുഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ അത് പോയി വീഴും. ഇതാണ് വിഷയം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കിയാലോ. ഇവിടെയും വേണ്ട. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ക്രീപ്പറിനെ കണ്ട. അതിൻ്റെ അടിയിൽ ആടിച്ച് കൈ തരുമോ അവന്മാർ.
ഗൈസ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. കേവ് ഉള്ള സൈഡിലൊന്നും വേണ്ട, വെച്ചാൽ ബാക്കിലോട്ട് പോകണ്ട. ഇവിടെയോ കോപ്പറൊക്കെ ഇരിക്കുന്നത് എന്തിൻ്റെ ആവശ്യമാണ്? ഒരു കാര്യമില്ല. ഗൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. നാളെ ഞാൻ വീഡിയോ വരുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പറ്റുന്നവരൊക്കെ മാക്സിമം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പറ്റുന്നവരൊക്കെ കമൻറ്റൊക്കെ ചെയ്യുക. എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. കേസ് നമുക്ക് ഇവിടെ തന്നെ സെറ്റാക്കാം. ഇവിടെ നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, താഴോട്ട് കേവ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്യും. ഇത് തന്നെ മതി, കുഴപ്പമില്ല. വീടിൻ്റെ അടുത്താണ്. ഇവിടെ തന്നെ മതി. ഇപ്പം തൽക്കാലം നമുക്ക് ഇത് തന്നെ മതി. അപ്പം ഒഫീഷ്യലി നമ്മുടെ മൈനിങ് സെക്ഷൻ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മൈനിങ് സെക്ഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടും കുളിച്ചു പോവാം. ഏത് പോകോ മഡാ അതൊന്ത് പരിപാടി? ഗ്രാനൈറ്റ് ആയിരുന്നു. ഇത് കുഴിച്ച് എളുപ്പം കേസ് ഞാൻ കുഴിച്ച് വെച്ചിട്ട് ബാക്കി ഞാൻ ഓഫ്ലൈൻ ചെയ്തോളാം. കേസ് നമുക്ക് ഇവിടെ ഇത്ര കുഴിച്ച് കുറച്ചങ്ങ് താഴോട്ട് കുഴിച്ച് വെക്കാം. അപ്പോൾ ബാക്കി ഞാൻ ഓഫ്ലൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയമണ്ടൊക്കെ സെറ്റ് ചെയ്യാം. നാളെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഡയമണ്ട് കണ്ടുപിടിക്കാനാണ്. നാളെ എൻ്റെ കയ്യിൽ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിരിക്കും. ഒന്നും പേടിക്കണ്ട. ഇതൊക്കെ സെറ്റല്ലേ. ഈ ഗ്രാനൈറ്റ് വെച്ച് നമുക്ക് കുറേ ബിൽഡുകൾ ചെയ്യാൻ പറ്റും. ചുമന്ന കളറല്ലേ, നല്ല കളറാണ്. അപ്പം അത് വെച്ച് നമുക്ക് കുറേ ബിൽഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കുറച്ച് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ എടുത്താൽ മതി. കുറച്ചുകൂടെ നമുക്ക് താഴോട്ട് പോകാം. മതി തോന്നുന്നു. അയ്യോ കോളാ അവിടെ എടുക്കണം. ആ വൃത്തി അങ്ങ് പോകും. ഇവിടുത്തെ ബ്ലോക്ക് പോയാൽ എൻ്റെ ഗോബിൾ സ്റ്റോൺ എൻ്റെ സ്റ്റെപ്പ്. ഗൈസ് ഇനി സ്റ്റോൺ വെച്ച് നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കി ഇവിടെ കൊണ്ട് വെക്കണം. കുറച്ച് സ്റ്റെയർ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് വെക്കണം. അപ്പം ബാക്കിയും കൂടെ സെറ്റാവും. കുറച്ചുകൂടെ കഴിച്ചിട്ട് നമുക്ക് അങ്ങ് നടത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ മൈനിങ് സെക്ഷൻ. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, കാണുന്ന എല്ലാവരും കമൻറ്റ് ഇട്ടിട്ട് പോകണേ. വെറുതെ രസമല്ലേ, ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഗൈസ് നോക്കി ഇവിടെ ടോർച്ചിട്ട് വെച്ചേക്കാം. തിരിച്ച് കയറി. ഇതാണ് എനിക്ക് വയ്യാത്തൊക്കെ ചാടണം. ഗൈസ് നമുക്ക് സ്റ്റെയർ കൊണ്ടുവെക്കണം. ഇത് സുഖമില്ല കയറിപ്പാൻ. നമുക്ക് ഇതാണ് നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ മൈനിങ് സെക്ഷൻ. ഓക്കെ, തിരിച്ച് ബേസിൻ്റെ അവിടെ പോവാം. ഇവിടെ താഴെ ആ കുഴിക്ക് കേവിനകത്ത് എന്തെങ്കിലും ഞാൻ സെറ്റപ്പ് ചെയ്യണം. നമുക്ക് ചിക്കനാ പോട്ടുമില്ല. ഗൈസ് എവിടെ? ഓക്കെ, എൻ്റെ കൈയുള്ള സാധനമൊക്കെ അതിനകത്തോട്ട് വെച്ച് മാറിപ്പോയി. ഇല്ല, ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. ഗൈസ് ഒരു പരിപാടി ഉണ്ട്. കുറച്ച് ഫുഡ്, കുറച്ച് പ്ലാങ്ക് ആക്കി ഒരു പരിപാടിയുണ്ട്. എവിടെൻ്റെ പ്രഷർ പ്ലേറ്റ് അവിടെ? പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കണം. 2 പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കണം. ഞാൻ സംഭവം സെറ്റ് ചെയ്താൽ ഒരു കിടിലൻ പരിപാടിയാണ്. അത് ഇപ്പോൾ കുറേ പേർക്ക് കുറച്ചൊരു അറിയാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സെറ്റപ്പ് ചെയ്തൊക്കെ അത്യാവശ്യം കിടിലൻ പരിപാടിയാണ്. 2 പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കണം. നമ്മുടെ ഈ ഡോറിൻ്റെ ഇവിടുത്തെ ഒരു ബ്ലോക്ക് മാറി ഇവിടെ വെക്കണം. ഇപ്പം നടക്കുമ്പം അകത്തോട്ട് കയറുമ്പോൾ വെളി വെക്കരുത്. സ്ക്രീപ്പറൊക്കെ വരുമ്പോൾ തന്നെ തുറന്നു കൊടുത്ത് കയറ്റും. നമുക്കാക്കും നമുക്ക് വെള്ളി ഇടുമ്പോൾ തന്നെ അറിയും, തന്നെ ഓർക്കും. മനസ്സിലായി? ഇതൊക്കെയുള്ളൊരു പരിപാടിയാണ്. ഞാൻ സുധിയുടെ വീഡിയോ കണ്ട് പഠിച്ചാണ്. ഏത് സുധി ദ ഗോട്ട് ഏതാ കേസ്. അപ്പോൾ ഇന്ന് ഇത്തരം പേരുള്ള പരിപാടി. നമ്മൾ മൈനിങ് സെക്ഷൻ സെറ്റാക്കി, നമ്മുടെ വീട് സെറ്റാക്കി. അപ്പോൾ ഗൈസ് ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് പോണേ. ബൈ.